Hello children, welcome back to Quick Learn Duffy. നമ്മൾ ഇന്ന് +1 ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന ലെസന്റെ സമ്മറിയാണ് നോക്കാൻ പോകുന്നത്. സിമ്പിൾ ഇംഗ്ലീഷ് ആണ്, വേഗം പഠിക്കാം. വേർഡ് ബൈ വേർഡ് മലയാള അർത്ഥ സഹിതം ഞാൻ ക്ലാസ് എടുക്കുന്നതായിരിക്കും. പിന്നെ ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെയുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്യുകയാണെങ്കിൽ ഇനിയുള്ള കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഇസ് എ ഷോർട്ട് സ്റ്റോറി ബൈ പ്രഭാത് കുമാർ. പ്രഭാത് കുമാറിന്റെ ഒരു ചെറുകഥയാണ് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. മിസ്റ്റർ ഗുപ്ത ഇസ് ദ നറേറ്റർ ഓഫ് ദിസ് ഷോർട്ട് സ്റ്റോറി. മിസ്റ്റർ ഗുപ്തയാണ് ഈ ചെറുകഥയുടെ നറേറ്റർ, അതായത് ഈ കഥ വിവരിക്കുന്നത് മിസ്റ്റർ ഗുപ്തയാണ്. ആസ് ദ സ്റ്റോറി ബിഗിൻസ് ഇറ്റ് ഈസ് 1 o'clock. കഥ തുടങ്ങുമ്പോൾ സമയം 1 മണിയാണ്. മിസ്റ്റർ ഗുപ്ത ഈസ് ഹംഗ്രി. മിസ്റ്റർ ഗുപ്തയ്ക്ക് വിശപ്പുണ്ട്. ഹി ഈസ് സെർച്ചിങ് ഫോർ എ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് അറ്റ് സെന്റ് മാർട്ടിൻസ് ലൈൻ ഇൻ ലണ്ടൻ. ലണ്ടനിലെ സെന്റ് മാർട്ടിൻസ് ലൈനിൽ അയാൾ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിന് വേണ്ടി തിരയുകയായിരുന്നു. സിൻസ് ഇറ്റ് ഈസ് എ സാറ്റർഡേ there are not many people in the restaurant. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റിലൊന്നും അധികം ആൾക്കാരില്ല. ആസ് ഹി ഈസ് വെയിറ്റിംഗ് ഫോർ ദ ഫുഡ് ഹി ആക്സിഡന്റലി നോട്ടീസസ് എ യങ് ഇംഗ്ലീഷ് ഗേൾ ഹു ഈസ് ലുക്കിംഗ് അറ്റ് ഹിം വിത്ത് ആൻ ഇൻട്രസ്റ്റിംഗ് സർപ്രൈസ്. അയാൾ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരിയായ ഇംഗ്ലീഷുകാരി കുട്ടി തന്നെ രസകരമായ ആശ്ചര്യത്തോടെ നോക്കുന്നത് അയാൾ കാണുന്നു. ഹെർ നെയിം ഇസ് ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ്. അവളുടെ പേര് ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് എന്നാണ്. ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് ഇസ് 13 or 14 years old. ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡിന് 13 അല്ലെങ്കിൽ 14 വയസ്സുണ്ടാവും. ബൈ ജഡ്ജിങ് ഹെർ ഡ്രസ് നോ വൺ ക്യാൻ ഫൈൻഡ് ഔട്ട് ദാറ്റ് ഷീ ഈസ് പുവർ. അവളുടെ വസ്ത്രധാരണ രീതി കണ്ടാൽ ആരും അവളെ പാവപ്പെട്ട കുട്ടിയാണെന്ന് പറയില്ല. ഹെർ ഐസ് ആർ ലാർജ് ആൻഡ് ഹാവ് സാഡ് എക്സ്പ്രഷൻ. വലിയ കണ്ണുകളുള്ള അവളുടെ മുഖത്ത് സങ്കടഭാവമാണ്. ഷീ ഹാസ് ലോങ് ഹെയർ. അവൾക്ക് നീളമുള്ള മുടിയുണ്ട്. ഷീ ഈസ് ഷൈ. അവൾ നാണം കുണുങ്ങിയാണ്. ഷീ ഈസ് ലിവിംഗ് വിത്ത് ഹെർ ഓൾഡ് വിഡോഡ് മദർ. അവളുടെ വയസ്സായ വിധവയായ അമ്മയുടെ കൂടെ അവൾ താമസിക്കുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് പോകാം. ആസ് ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് ഈസ് പേയിങ് ദ ബിൽ ഷീ ആസ്ക്ഡ് ദ കാഷ്യർ വെദർ മിസ്റ്റർ ഗുപ്ത ഈസ് എൻ ഇന്ത്യൻ ഓർ നോട്ട്. ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് ബില്ല് പേ ചെയ്യുമ്പോൾ കാഷ്യറിനോട് മിസ്റ്റർ ഗുപ്ത ഇന്ത്യൻ ആണോ അല്ലയോ എന്ന് ചോദിക്കുന്നു. ഹെർ ക്വസ്റ്റ്യൻ ക്രിയേറ്റ്സ് ക്യൂരിയോസിറ്റി ഇൻ മിസ്റ്റർ ഗുപ്ത. അവളുടെ ഈ ചോദ്യം മിസ്റ്റർ ഗുപ്തയിൽ കൗതുകമുണ്ടാക്കുന്നു. ക്യൂരിയോസിറ്റി മീൻസ് കൗതുകം. ഹി വിഷസ് ടു നോ അബൌട്ട് ഹെർ. അയാൾ അവളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു. ഫ്രം ദ വെയിട്രസ് Mr. Gupta finds that a girl comes to the restaurant on Saturday because people get a salary on Saturday. ആൾക്കാർക്ക് ശനിയാഴ്ച ശമ്പളം കിട്ടുന്നതുകൊണ്ട് ആ പെൺകുട്ടി ശനിയാഴ്ച റെസ്റ്റോറന്റിൽ വരുന്നതായി മിസ്റ്റർ ഗുപ്ത വെയിട്രസിൽ നിന്ന് മനസ്സിലാക്കി. On that whole week he searches Alice Margaret Clifford. ആ മുഴുവൻ ആഴ്ചയും ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡിനെ അയാൾ തിരയുകയായിരുന്നു. He sees Alice Margaret Clifford. അയാൾ ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡിനെ കാണുന്നു. He greets her. അയാൾ അവളെ അഭിസംബോധന ചെയ്യുന്നു. She sheepishly talks to him. അവൾ അയാളോട് വളരെ വിനീതമായി സംസാരിക്കുന്നു. ഷീപ്പിഷ്ലി മീൻസ് അതിവിനീതമായി. ഷി വാണ്ട്സ് ടു നോ വെദർ ഹി ഈസ് എൻ ഇന്ത്യൻ ആൻഡ് എ വെജിറ്റേറിയൻ. അയാൾ ഒരു ഇന്ത്യനും വെജിറ്റേറിയനും ആണോ എന്ന് അറിയാൻ അവൾ ആഗ്രഹിക്കുന്നു. മിസ്റ്റർ ഗുപ്ത ഈസ് വെരി ക്യൂരിയസ് ടു നോ ഹൗ ഷീ ലേൺസ് അബൌട്ട് ഇന്ത്യ. അവൾ എങ്ങനെ ഇന്ത്യയെക്കുറിച്ച് പഠിച്ചു എന്ന് അറിയാൻ മിസ്റ്റർ ഗുപ്ത വളരെ കൗതുകം കാണിക്കുന്നു. ദാറ്റ് ഹെർ എൽഡർ ബ്രദർ ഹു ഈസ് എ സോൾജിയർ ഈസ് വർക്കിംഗ് ഇൻ ഇന്ത്യ. അവളുടെ മൂത്ത സഹോദരൻ ഇന്ത്യയിൽ ഒരു പട്ടാളക്കാരനായി വർക്ക് ചെയ്യുന്നുവെന്ന് അവൾ അയാളോട് പറയുന്നു. ഓക്കെ ചിൽഡ്രൻ, നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് പോകാം. ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് ബിലീവ്സ് ദാറ്റ് ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ടൈഗേഴ്സ്, സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്. മുഴുവനും കടുവകളും പാമ്പുകളും പനികളുമാണെന്നും ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് വിശ്വസിക്കുന്നു. ഓൾസോ ഷീ മിസ്അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ഇന്ത്യൻസ് ആർ വെജിറ്റേറിയൻസ്. ഇന്ത്യൻസ് എല്ലാം വെജിറ്റേറിയൻ ആണെന്നുകൂടി അവൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ബട്ട് മിസ്റ്റർ ഗുപ്ത പ്രൂവ്സ് ഇറ്റ് ആസ് റോങ് ബിക്കോസ് ഹി ഈസ് എ നോൺ വെജിറ്റേറിയൻ. പക്ഷെ മിസ്റ്റർ ഗുപ്ത താനൊരു നോൺ വെജിറ്റേറിയൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് തെറ്റാണെന്ന് തെളിയിക്കുന്നു. Since her elder brother is not sending any letter to her and her mother, the family is worried about him. അവളുടെ മൂത്ത സഹോദരൻ അവൾക്കും അവളുടെ അമ്മയ്ക്കും കത്ത് അയക്കാത്തത് കൊണ്ട് തന്നെ ആ കുടുംബം അവനെക്കുറിച്ച് ഓർത്ത് ദുഃഖത്തിലാണ്. So her mother wants to ask an Indian about life in India. ഒരു ഇന്ത്യക്കാരനോട് അവിടുത്തെ ജീവിതത്തിനെ കുറിച്ച് അറിയണമെന്ന് അവളുടെ അമ്മ അതുകൊണ്ട് ആഗ്രഹിക്കുന്നു. That is why Alice Margaret Clifford is very curious to talk to Mr. Gupta. അതുകൊണ്ടാണ് ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് മിസ്റ്റർ ഗുപ്തയോട് സംസാരിക്കാൻ വളരെ കൗതുകം കാണിച്ചത്. ഷി വാണ്ട്സ് ഹിം ടു ടോക്ക് ടു ഹെർ മദർ. അവൾക്ക് അയാളെ അവളുടെ അമ്മയോട് സംസാരിപ്പിക്കണം. മിസ്റ്റർ ഗുപ്ത അണ്ടർസ്റ്റാൻഡ്സ് ദിസ്. മിസ്റ്റർ ഗുപ്തയ്ക്ക് ഇത് മനസ്സിലാകുന്നു. സോ ഹി ഗോസ് വിത്ത് ഹെർ ടു ഹെർ ഹോം. അതുകൊണ്ട് അയാൾ അവളുടെ വീട്ടിലേക്ക് പോകുന്നു. ഓൺ ദ വേ ടു ആലിസ് ഹോം മിസ്റ്റർ ഗുപ്ത ലേൺസ് ദാറ്റ് പീപ്പിൾ അഫെക്ഷനേറ്റ്ലി കോൾ ഹെർ മാഗി ഓർ മക്സി. ആലിസിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അവളെ ആൾക്കാർ ഇഷ്ടത്തോടെ മാഗി എന്നും മക്സി എന്നും വിളിക്കുന്നത് മിസ്റ്റർ ഗുപ്ത കേൾക്കുന്നു. ഷി വർക്ക്സ് ആസ് എ ടൈപ്പിസ്റ്റ് ഇൻ ദ സിവിൽ സർവീസ് സ്റ്റോഴ്സ്. സിവിൽ സർവീസ് സ്റ്റോഴ്സിൽ ഒരു ടൈപ്പിസ്റ്റ് ആയിട്ട് അവൾ ജോലി ചെയ്യുന്നു. ഷി ഡസ് നോട്ട് ലൈക്ക് ദാറ്റ് ജോബ് ബിക്കോസ് ഇറ്റ് നെവർ സ്റ്റേഴ്സ് ഹെർ ബ്രെയിൻ ആൻഡ് ഇറ്റ് ഈസ് റോബോട്ടിക് വർക്ക്. അവൾ ഈ ജോലി ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവളുടെ ബ്രെയിനിനെ ഇത് ഇളക്കുന്നില്ല.
ഇതൊരു റോബോട്ടിക് വർക്കാണ്. അതായത് ബ്രെയിൻ ഉപയോഗിച്ച് പ്രത്യേകിച്ച് വല്ലതും ചിന്തിച്ച് ചെയ്യാനുള്ളതൊന്നും ഈ വർക്കിൽ ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചിൽഡ്രൻ, നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് പോകാം. ഡിസൈഡ്സ് ടു ബിക്കം എ സെക്രട്ടറി ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് ബ്രെയിൻ വർക്ക്. ഒരു സെക്രട്ടറി ആകാനാണ് ആഗ്രഹിക്കുന്നത്, കാരണം അതിൽ ബ്രെയിൻ വർക്ക് ഉൾപ്പെടുന്നു. As they are reaching her home, Maggie asks Mr. Gupta whether Indians know occult power or not. അവളുടെ വീട്ടിൽ അവർ എത്തുമ്പോൾ മാഗി മിസ്റ്റർ ഗുപ്തയോട് ഇന്ത്യക്കാർക്ക് മാന്ത്രികമായ ശക്തി ഉണ്ടോ അതോ ഇല്ലയോ എന്ന് ചോദിക്കുന്നു. ഷി ഈവൻ ഇൻഫോംസ് ഹിം ദാറ്റ് ദീസ് ഇന്ത്യൻസ് ഹു ഹാവ് മാജിക്കൽ പവേഴ്സ് ആർ കോൾഡ് യോഗീസ് ആൻഡ് ആർ വെജിറ്റേറിയൻസ്. ഇങ്ങനെ മാന്ത്രിക ശക്തിയുള്ള ആൾക്കാരെ യോഗീസ് എന്ന് വിളിക്കുന്നു, അവർ വെജിറ്റേറിയൻസ് ആണ് എന്നൊക്കെ അവൾ അയാളെ അറിയിക്കുന്നു. ഫൈനലി മാഗി ആൻഡ് മിസ്റ്റർ ഗുപ്ത റീച്ച് മാഗീസ് ഹോം. അവസാനം മിസ്റ്റർ ഗുപ്തയും മാഗിയും അവളുടെ വീട്ടിലെത്തുന്നു. ഹെർ മദർ ഈസ് മേക്കിംഗ് കേക്ക്സ് വിച്ച് ഷീ ഈസ് അബൌട്ട് ടു സെൽ ഇൻ ദ ഈവനിങ്. അവളുടെ അമ്മ കേക്ക് ഉണ്ടാക്കുന്നു, വൈകുന്നേരങ്ങളിൽ അത് അവൾക്ക് വിൽക്കാനുള്ളതാണ്. സിൻസ് ഇറ്റ് ഈസ് സാറ്റർഡേ പീപ്പിൾ ഗെറ്റ് വേജസ് സോ ദേ ബൈ ദീസ് കേക്ക്സ് ഇൻ ദ ഈവനിങ്. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് കൂലി കിട്ടുന്നു, അതുകൊണ്ട് തന്നെ അവർ കേക്ക് വൈകുന്നേരങ്ങളിൽ വാങ്ങുന്നു. മാഗീസ് മദർ ഈസ് വെരി പ്ലീസ്ഡ് ടു സീ മിസ്റ്റർ ഗുപ്ത. മിസ്റ്റർ ഗുപ്തയെ കണ്ടപ്പോൾ മാഗിയുടെ അമ്മയ്ക്ക് വളരെ സന്തോഷമാവുന്നു. ബട്ട് ഷീ ഫീൽസ് ഓക്ക്വേർഡ് ടു ഹാവ് ഹിം ഇൻ ദെയർ പുവർ കിച്ചൺ. പക്ഷേ അവരുടെ മോശമായ കിച്ചണിൽ അയാളുള്ളത് അവർക്ക് വിഷമം തോന്നുന്നു. ഓക്ക്വേർഡ് മീൻസ് വിഷമം. ഷീ ടെൽസ് മാഗി ടു ടേക്ക് ഹിം ടു ദ സിറ്റിംഗ് റൂം. സിറ്റിംഗ് റൂമിലോട്ട് അയാളെ കൊണ്ടുപോകാൻ അമ്മ മാഗിയോട് ആവശ്യപ്പെടുന്നു. Since Mr. Gupta is a humble and simple-minded person, he stays in the kitchen and talks to her. ഗുപ്ത വിനീതനും എളിമയുള്ള ആളായതുകൊണ്ട് തന്നെ അയാൾ കിച്ചണിൽ തന്നെ ഇരുന്ന് സംസാരിക്കുന്നു. ഓക്കെ ചിൽഡ്രൻ, നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് പോകാം. മാഗീസ് മദർ വാണ്ട്സ് ടു നോ അബൌട്ട് ഇന്ത്യ. മാഗിയുടെ അമ്മയ്ക്ക് ഇന്ത്യയെക്കുറിച്ച് അറിയണം. മിസ്റ്റർ ഗുപ്ത ടെൽസ് ഹെർ ദാറ്റ് ഇന്ത്യ ഈസ് എ ബ്യൂട്ടിഫുൾ കൺട്രി വേർ എവരി വൺ ലീവ്സ് വെരി സേഫ്ലി. മിസ്റ്റർ ഗുപ്ത അവരോട് പറയുന്നു, ഇന്ത്യ ഒരു ഭംഗിയുള്ള രാജ്യമാണ്, അവിടെ എല്ലാവരും വളരെ സുരക്ഷിതമായി ജീവിക്കുന്നു. അനിമൽസ് ഡു നോട്ട് അറ്റാക്ക് പീപ്പിൾ. മൃഗങ്ങൾ മനുഷ്യരെ ആക്രമിക്കുന്നില്ല. ദർ ആർ ഫ്ലൂസ് ഇൻ സർട്ടൈൻ പാർട്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ചില ഭാഗത്ത് പുകക്കുഴലുണ്ട്. ഷീ ടെൽസ് ഹിം ദാറ്റ് ഹെർ സൺ ഫ്രാങ്ക് വർക്ക് ആസ് എ സോൾജർ ഇൻ പഞ്ചാബ്. അവരുടെ മകൻ ഫ്രാങ്ക് പഞ്ചാബിൽ പട്ടാളക്കാരനായി ജോലിയെടുക്കുന്നുവെന്ന് അവൾ അയാളോട് പറയുന്നു. മിസ്റ്റർ ഗുപ്ത ടെൽസ് ദാറ്റ് പഞ്ചാബ് ഈസ് എ ഫൈൻ ആൻഡ് ഹെൽത്തി പ്ലേസ് ടു ലീവ് ഇൻ. ജീവിക്കാൻ നല്ലതും ഓജസ്സുള്ള സ്ഥലവുമാണ് പഞ്ചാബ് എന്ന് മിസ്റ്റർ ഗുപ്ത പറയുന്നു. ആഫ്റ്റർ മിസ്സസ് ക്ലിഫോർഡ് ഫിനിഷസ് ഹർ ബേക്കിംഗ്, മാഗി, മിസ്സസ് ക്ലിഫോർഡ് ആൻഡ് മിസ്റ്റർ ഗുപ്ത മൂവ്സ് ടു ദ സിറ്റിംഗ് റൂം. മിസ്സസ് ക്ലിഫോർഡ് അതായത് മാഗിയുടെ അമ്മ കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം മിസ്സസ് ക്ലിഫോർഡും മിസ്റ്റർ ഗുപ്തയും മാഗിയും സിറ്റിംഗ് റൂമിലോട്ട് മാറുന്നു. ആസ് ദേ ആർ ഡ്രിങ്കിങ് ടീ, മിസ്റ്റർ ഗുപ്ത ടോക്ക് അബൌട്ട് ഇന്ത്യ. അവർ ചായ കുടിക്കുമ്പോൾ മിസ്റ്റർ ഗുപ്ത ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുന്നു. Then Mrs. Clifford shows a photo of Frank or Francis and Simla, the capital of the northern Indian state of Himachal Pradesh. പിന്നീട് മിസ്സസ് ക്ലിഫോർഡ് ഫ്രാങ്കിൻ്റെ അല്ലെങ്കിൽ ഫ്രാൻസിസ്, അതായത് ഫ്രാങ്കിൻ്റെ മറ്റൊരു പേരാണ് ഫ്രാൻസിസ്, ഫോട്ടോയും അതുപോലെ തന്നെ നോർത്തേൺ ഇന്ത്യൻ സ്റ്റേറ്റായ ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമായ സിംലയുടെയും ഫോട്ടോ കാണിക്കുന്നു. മിസ്സസ് ക്ലിഫോർഡ് ഷോസ് എ ക്രിസ്റ്റൽ റിംഗ് ദാറ്റ് ഫ്രാങ്ക് ഹാസ് സെൻറ്റ് ടു ദം. ഫ്രാങ്ക് അവർക്ക് അയച്ച ഒരു ക്രിസ്റ്റൽ മോതിരം അവർ മിസ്റ്റർ ഗുപ്തയെ കാണിക്കുന്നു. Frank got it from Yogi. Mrs. Clifford wants Mr. Gupta to look into crystal rings so that he can see where Frank is and what he is doing. ഫ്രാങ്കിന് അത് ഒരു യോഗിയിൽ നിന്നും കിട്ടിയതാണ്. മിസ്സസ് ക്ലിഫോർഡ് ഗുപ്തയോട് അതിലേക്ക് നോക്കാൻ പറയുന്നു. അപ്പോൾ ഫ്രാങ്ക് എവിടെയാണെന്നും അവൻ എന്ത് ചെയ്യുന്നുവെന്നും അതിൽ കാണാം. Her statement makes Mr. Gupta realize that the British are also superstitious. അവരുടെ വാക്കുകൾ മിസ്റ്റർ ഗുപ്തയെ ബ്രിട്ടീഷുകാരും അന്ധവിശ്വാസികളാണെന്ന് ബോധ്യപ്പെടുത്തുന്നു. റിയലൈസ് മീൻസ് ബോധ്യപ്പെടുത്തുക. ചിൽഡ്രൻ, നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് പോകാം. ഫോർ ഹെർ റിലീഫ് ഹി ലുക്സ് അറ്റ് ദ റിംഗ് ആൻഡ് ഇൻഫോംസ് ഹെർ ദാറ്റ് ഹി ഡസ് നോട്ട് സീ എനിത്തിങ്. അവരുടെ സമാധാനത്തിനായി അയാൾ അതിലോട്ട് നോക്കുന്നു, എന്നിട്ട് അതിലൊന്നും കാണുന്നില്ല എന്ന് അവരെ അറിയിക്കുന്നു. ടു ചേഞ്ച് ദ സബ്ജക്ട് ഹി ആസ്ക്സ് മാഗി ടു പ്ലേ ദ വയലിൻ ആൻഡ് ഷീ ഡസ് ഇറ്റ് ഫോർ മിസ്റ്റർ. വിഷയം മാറ്റുന്നതിനായി അയാൾ മാഗിയോട് വയലിൻ പ്ലേ ചെയ്യാൻ പറയുന്നു, അവൾ അത് ചെയ്യുന്നു. Thus Mr. Gupta establishes a good bond with the family. അങ്ങനെ മിസ്റ്റർ ഗുപ്ത ആ കുടുംബവുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നു. He visits the family several times and even takes Maggie to the zoo. പലവട്ടം മിസ്റ്റർ ഗുപ്ത അവരുടെ വീട് സന്ദർശിക്കുന്നു, മാഗിയെ മൃഗശാലയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. 3 months have passed. 3 മാസം കഴിഞ്ഞിരിക്കുന്നു. But the family does not get any news of Frank. പക്ഷേ ഫ്രാങ്കിന്റെ ഒരു വാർത്തയും ആ കുടുംബത്തിന് കിട്ടുന്നില്ല. So Mr. Gupta goes to India House to inquire about Frank. അതുകൊണ്ട് മിസ്റ്റർ ഗുപ്ത ഇന്ത്യ ഹൗസിലോട്ട് പോയിട്ട് ഫ്രാങ്കിനെ അന്വേഷിക്കും. One day Mr. Gupta gets a postcard from Maggie in which
She informs him that her mother is ill and she requests Mr. Gupta to meet. ഒരു ദിവസം മിസ്റ്റർ ഗുപ്തയ്ക്ക് മാഗിയിൽ നിന്നും ഒരു പോസ്റ്റ് കാർഡ് ലഭിക്കുന്നു. അതിൽ തന്റെ അമ്മയ്ക്ക് അസുഖമാണെന്നും അവരെ മീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. മിസ്റ്റർ ഗുപ്ത ഗോസ് ടു മാഗീസ് ഹൗസ് ടു സീ മിസസ് ക്ലിഫോർഡ്. മിസസ് ക്ലിഫോർഡിനെ കാണാനായിട്ട് മിസ്റ്റർ ഗുപ്ത മാഗിയുടെ വീട്ടിൽ പോകുന്നു. സിൻസ് മിസസ് ക്ലിഫോർഡ് ഡസ് നോട്ട് ഗെറ്റ് എനി ന്യൂസ് അബൌട്ട് ഫ്രാങ്ക്, ഷീ ഈസ് മെന്റലി ഡിസ്റ്റർബ്ഡ്. മിസസ് ക്ലിഫോർഡിന് ഫ്രാങ്കിനെ കുറിച്ച് ഒരു ന്യൂസും കിട്ടാത്തത് കൊണ്ട് തന്നെ അവർക്ക് മാനസികമായ അസ്വസ്ഥതയാണ്. സോ മാഗി റിക്വസ്റ്റ് മിസ്റ്റർ ഗുപ്ത ടു ടെൽ എ ലൈ. അതുകൊണ്ട് മാഗി മിസ്റ്റർ ഗുപ്തയോട് ഒരു നുണ പറയാൻ അപേക്ഷിക്കുന്നു. ചിൽഡ്രൻ നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് പോകും. ഹി ഷുഡ് ലുക്ക് അറ്റ് ദ ക്രിസ്റ്റൽ റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് മിസസ് ക്ലിഫോർഡ് ആൻഡ് ഷുഡ് ടെൽ ദാറ്റ് ഫ്രാങ്ക് ഇസ് അലൈവ് ആൻഡ് മിസസ് ക്ലിഫോർഡിന്റെ മുന്നിൽ ക്രിസ്റ്റൽ റിംഗിലോട്ട് അയാൾ നോക്കുകയും വേണം. എന്നിട്ട് ഫ്രാങ്ക് ജീവനോടെ സുഖമായിരിക്കുന്നു എന്ന് പറയുകയും വേണം. He does the same and Mrs. Clifford gets her health back finally. Mr. Gupta is about to leave London. അയാൾ അങ്ങനെ ചെയ്യുന്നു. മിസസ് ക്ലിഫോർഡിന് ആരോഗ്യം വീണ്ടും കിട്ടുന്നു. അവസാനം മിസ്റ്റർ ഗുപ്ത ലണ്ടൻ വിടുന്നു. He wishes to meet Maggie and her mother. മാഗിയെയും അവളുടെ അമ്മയെയും കാണാൻ അയാൾ ആഗ്രഹിക്കുന്നു. But the family is mourning Frank's death. പക്ഷേ ആ കുടുംബം ഫ്രാങ്കിന്റെ മരണത്തിൽ വിലപിക്കുന്നു. He had died on the frontier 1 month before when Mr. Gupta had told them that he was alive. ഒരു മാസം മുമ്പ് മിസ്റ്റർ ഗുപ്ത അവരോട് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിർത്തിയിൽ വെച്ച് അവൻ മരിച്ചിരുന്നു. മിസ്റ്റർ ഗുപ്ത ഈസ് അഷെയിംഡ് ഓഫ് ഹിസ് ലൈ. മിസ്റ്റർ ഗുപ്തയ്ക്ക് അയാളുടെ നുണയിൽ നാണക്കേട് തോന്നി. എന്ന് വെച്ചാൽ നുണ. സോ ഹി ഡസ് നോട്ട് ഗോ ടു ദെയർ ഹൗസ്. അതുകൊണ്ട് തന്നെ അയാൾ അവരുടെ വീട്ടിലേക്ക് പോകുന്നില്ല. ബട്ട് ഹി റൈറ്റ്സ് എ ലെറ്റർ ടു മാഗി ഇൻഫോമിംഗ് ഹർ അബൌട്ട് ഹിസ് ഗോയിങ് ബാക്ക് ടു ഇന്ത്യ. പക്ഷേ താൻ ഇന്ത്യയിലേക്ക് മടങ്ങുകയാണ് എന്ന് അറിയിച്ചുകൊണ്ട് അയാൾ മാഗിക്ക് ഒരു കത്തെഴുതുന്നു. ഓക്കെ ചിൽഡ്രൻ, നമുക്ക് അടുത്ത പാരഗ്രാഫിലോട്ട് പോകാം. ഓൺ ദ ഡേ ഓഫ് മിസ്റ്റർ ഗുപ്താസ് ഡിപ്പാച്ചർ മാഗി കംസ് ടു മീറ്റ് മിസ്റ്റർ ഗുപ്ത. ഗുപ്ത പുറപ്പെടുന്ന സമയത്ത് മാഗി അയാളെ മീറ്റ് ചെയ്യാൻ വരുന്നു. ഷി വാണ്ട്സ് ടു നോ വെദർ മിസ്റ്റർ ഗുപ്ത വിൽ ഗോ ടു ദ ഫ്രണ്ടിയർ ഓർ നോട്ട്. മിസ്റ്റർ ഗുപ്ത അതിർത്തിയിലോട്ട് പോകുമോ ഇല്ലയോ എന്ന് അവൾക്കറിയണം. ഫ്രാങ്ക് ഈസ് ബറീഡ് അറ്റ് ഫോർട്ട് മൺറോ നിയർ ഡെറാ ഗാസി ഖാൻ. ഫ്രാങ്കിനെ ഡെറാ ഗാസി ഖാൻ അടുത്ത് ഫോർട്ട് മൺറോയിലാണ് അടക്കം ചെയ്തിരിക്കുന്നത്. He promises Maggie that when he goes that part, he will definitely visit Frank's grave. അയാൾ ആ ഭാഗത്ത് പോകുമ്പോൾ തീർച്ചയായും ഫ്രാങ്കിന്റെ കല്ലറ സന്ദർശിക്കുമെന്ന് അയാൾ മാഗിക്ക് വാക്കു കൊടുക്കുന്നു. Maggie gives a shilling to Mr. Gupta for buying flowers so that he can put those flowers in Frank's grave. ഫ്രാങ്കിന്റെ കല്ലറയിൽ ഇടുന്നതിനായി പൂക്കൾ വാങ്ങുന്നതിനായിട്ട് മാഗി ഒരു ഷില്ലിംഗ് അയാളുടെ കയ്യിൽ കൊടുക്കുന്നു. As the story ends, Maggie and Mr. Gupta bid farewell to each other. കഥ അവസാനിക്കുമ്പോൾ മിസ്റ്റർ ഗുപ്തയും മാഗിയും പരസ്പരം വിടവാങ്ങൽ ചോദിക്കുന്നു. ചിൽഡ്രൻ, ഈ ക്ലാസ് ഇത്രയുള്ളൂ. ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ ക്ലാസ്സുകൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക.